തിരുവനന്തപുരത്തെ പോലീസ് ഉദ്യോഗസ്ഥനെ കാണാനില്ല. വെള്ളറട സ്വദേശി ബിജോയ് ലാലിനെയാണ് കാണാതായത്. മേലുദ്യോഗസ്ഥരുടെ നിരന്തര മാനസിക പീഡനമാണ് മകനെ കാണാതായതിന് പിന്നിലെന്ന് കുടുംബം ആരോപിക്കുന്നു. RRFന്റെ മലപ്പുറം ഹെഡ്ക്വാർട്ടേഴ്സ് ഉദ്യോഗസ്ഥനാണ് ബിജോയ് ലാൽ. ഇവന് ഇവിടെ തിരുവനന്തപുരത്താണ് ഇതുവരെ അവൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. 6 വർഷത്തോളം തിരുവനന്തപുരത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടുത്തെ മേലുദ്യോഗസ്ഥർ അവനെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്നതായിട്ടും ഒക്കെ അവൻ സ്ഥിരം എല്ലാ ദിവസവും വിളിച്ച് ബുദ്ധിമുട്ടുകൾ പറയുമായിരുന്നു. പിന്നെ അത് ഇപ്പോഴേ അവനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പോഴേ അതിൻ്റെ ഫോൺ റിങ് ആവുന്നെങ്കിലും അവർക്ക് ടവർ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അവനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് നമുക്ക് തന്ന്, പിന്നെ ഈ മേലുദ്യോഗസ്ഥർ അവനെ ഒരു വിധത്തിൽ തരം താഴ്ത്തി പിന്നെ ഈ തിരുവനന്തപുരത്തേക്ക് ഡെപ്യൂട്ടേഷനിലേക്ക് ഇട്ടിരിക്കുകയാണെന്നാണ് അവൻ സ്ഥിരം പറയാറുള്ളത്. അതെല്ലാം ഒന്ന് പരിഹരിച്ച് തരണമെന്ന് അറിയിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, ഈ ബിജോയിയുടെ കാണാതെ ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? കുടുംബത്തിന്റെ ആരോപണം ഈ തരത്തിലാണ്. KP കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടാണ് RFF മലപ്പുറം ഹെഡ്ക്വാർട്ടേഴ്സിൽ ജോലി ചെയ്തിരുന്ന പോലീസുകാരനെ കാണാതാവുന്നത്. തിരുവനന്തപുരം വെള്ളറട സ്വദേശി ബിജോയ് ലാലിനാണ് ഇത്തരത്തിൽ കാണാതായിട്ടുള്ളത്. ഈ മേലുദ്യോഗസ്ഥരുടെ പീഡനവും അതുപോലെ തന്നെ അപമാനവും സഹിക്കാൻ വയ്യാതെ മകൻ നാട് വിട്ടു പോയിട്ടുള്ളതായിരിക്കും എന്നാണ് മാതാപിതാക്കളും ഇപ്പോൾ ജനം TVയോട് പ്രതികരിച്ചിട്ടുള്ളത്. ഇയാളെ കാണാതായതുമായി ബന്ധപ്പെട്ട് അധികൃതരോട് പല തവണ മകനുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണമെന്നും മകനെ കണ്ടുപിടിച്ച് തരണമെന്നും ആവശ്യപ്പെട്ടിട്ടും നടപടി സ്വീകരിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട വെള്ളറട പോലീസ് സ്റ്റേഷനിൽ അതുപോലെ തന്നെ മലപ്പുറത്തും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിരന്തരമായി ഇത്തരത്തിൽ ഈ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും തനിക്ക് അപമാനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നും അതുപോലെ തന്നെ ജോലിയുടെ സമ്മർദ്ദം താങ്ങാൻ കഴിയുന്നില്ല എന്നും ബിജോയ് ലാൽ മാതാപിതാക്കളെ വിളിച്ച് അറിയിക്കുമായിരുന്നു. ആ സമയത്തൊക്കെ വീടിന്റെ പ്രാരാബ്ദം മൂലവും പ്രശ്നം മൂലവും അവിടെ തന്നെ തുടരാൻ മാതാപിതാക്കളും പറയുകയായിരുന്നു. പക്ഷേ ഏത് ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ബിജോയ് നാട് വിട്ടു പോകുന്നത് അല്ലെങ്കിൽ ജോലി മടുത്ത് പോകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം. നമുക്കറിയാം, സംസ്ഥാനത്തെ ഈ പോലീസ് സേനകളിലെ സമ്മർദ്ദവും മറ്റുമൊക്കെ കുറയ്ക്കാനായി DGPയുടെ നേതൃത്വത്തിൽ യോഗ ക്ലാസ്സുകളും അതുപോലെ തന്നെ മറ്റ് ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ നടത്തിയിട്ടുള്ളതാണ്. പക്ഷേ ഈ പോലീസുകാർക്കിടയിലെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. KP ടിൻഡു ദാസ് ആണ് വിവരങ്ങൾ നൽകിയത്.